സിനിമാ മേഖലയിലെ കൂടുതൽ ഇൻഫോർമേഷൻസ് അറിയുവാനായി മൂവി ഫാൻ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. വിജയ് രാഷ്ട്രീയത്തിലേക്ക് ചുവടുമാറ്റുമ്പോൾ ഒഴിയുന്ന ഇടം ആര് കൈയടക്കും? തെന്നിന്ത്യൻ ചലച്ചിത്രവേദി ആകാംക്ഷപൂർവ്വം ഉറ്റുനോക്കുന്ന സംഗതിയാണിത്. മുൻകാലങ്ങളിലും തമിഴ് സിനിമകൾ കേരളമടക്കമുള്ള മറ്റ് തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളിലും ഉത്തരേന്ത്യയിലും റിലീസ് ചെയ്തിരുന്നെങ്കിലും ഭീമമായ കളക്ഷൻ ലഭിച്ചിരുന്നില്ല. എന്നാൽ മുത്തുവും ഭാഷയും പോലുള്ള പക്കാ തട്ടുപൊളിപ്പൻ തമിഴ് പടങ്ങൾ പോലും ഇന്ത്യയിലെമ്പാടും തരംഗമുണ്ടാക്കി. രജനി ഫാൻസായ ഇന്ത്യൻ പ്രേക്ഷകർ മാത്രമല്ല, അതാത് രാജ്യത്തെ പൗരന്മാരും രജനി സിനിമകൾ കാണാൻ കയറി. ക്രമേണ തമിഴ് സിനിമയുടെ ബിസിനസ് ഏരിയ ആഗോളതലത്തിലേക്ക് വികസിച്ചു. അമീർ ഖാനും സൽമാൻ ഖാനും ഷാറൂഖും അമിതാഭും അക്ഷയ് കുമാറുമൊക്കെ ഗ്ലോബൽ അപ്പീലും അപ്പിയറൻസുമുള്ള താരങ്ങളായിരുന്നു. രജനീകാന്തിന്റെ സ്ഥിതി അതായിരുന്നില്ലെങ്കിലും ആക്ടിംഗ് സ്റ്റൈൽ കൊണ്ട് അദ്ദേഹം ലോകത്തെ കയ്യിലെടുത്തു. എന്നാൽ ഈ മഹാവിജയവും ലോകോത്തര ബിസിനസ്സും വലിയ അളവിൽ ആർജിക്കാൻ രജനിയേക്കാൾ ലുക്കും പ്രതിഭയുമുള്ള കമൽഹാസന് പോലും ഒരു കാലത്ത് കഴിഞ്ഞില്ല. ഈ ഘട്ടത്തിലാണ് എലിമൂഞ്ചി എന്ന് തമിഴ് സിനിമയിലെ ഒരു പ്രമുഖൻ ഒരിക്കൽ ആക്ഷേപിച്ച സാക്ഷാൽ ദളപതി വിജയ് വെന്നിക്കൊടി പാറിച്ചത്. തമിഴ് ഇൻഡസ്ട്രിയിലെ ടിപ്പിക്കൽ നായക സങ്കല്പവുമായി ഒരു തരത്തിലും ചേർന്നു പോകാത്ത ശരീരഘടനയായിരുന്നു വിജയുടേത്. എന്നാൽ സ്റ്റൈലിഷ് ആക്ടിങ്ങിലൂടെ അദ്ദേഹം മാസിനെ സമർത്ഥമായി കയ്യിലെടുത്തു. പ്രായോഗിക ബുദ്ധിയുള്ള നടനായിരുന്നു വിജയ്. പരീക്ഷണ വ്യഗ്രതയുള്ള കമലിന്റെ വഴി പിന്തുടരാതെ തന്നെ കഴിവും പരിമിതികളും മനസ്സിലാക്കി അദ്ദേഹം രജനി അണ്ണൻസ് ട്രാക്ക് പിടിച്ചു. അസാധാരണ അഭിനയ മികവ് കാഴ്ചവെക്കാൻ പാകത്തിൽ പ്രതിഭയുള്ള ഒരു നടനല്ല താനെന്ന ഉത്തമബോധ്യം വിജയ്ക്കുണ്ടായിരുന്നു. കമൽഹാസനും സൂര്യയും പരീക്ഷിക്കുന്ന തരം പാരലൽ സിനിമകളും കഥാപാത്രങ്ങളുമല്ല സാധാരണ തമിഴ് പ്രേക്ഷകൻ തന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന ഉത്തമ ബോധ്യമുള്ള രീതിയിലാണ് വിജയ് പ്രൊജക്ടുകൾ പ്ലാൻ ചെയ്തത്. ബോക്സ് ഓഫീസ് മാത്രം ഉന്നം വയ്ക്കുന്ന തട്ടുപൊളിപ്പൻ പടങ്ങളായിരുന്നു ഇളയ ദളപതിയുടെ ടാർഗറ്റ്. പഞ്ച് ഡയലോഗുകളും ജഗബൊഗ ആക്ഷൻ സീക്വൻസുകളും മാസ് മസാലകളും കുത്തിനിറച്ച അടിപൊളി സിനിമകളിലൂടെ വിജയ് സാധാരണ തമിഴ് പ്രേക്ഷകന്റെ കയ്യടി നേടി. സ്വാഭാവികമായും വിജയ് സിനിമകൾക്ക് തമിഴിനപ്പുറം വൻ വ്യാവസായിക സാധ്യതകൾ ഉടലെടുത്തു. കേരളത്തിലും മറ്റും അന്യഭാഷാ സിനിമകൾക്ക് മുൻകാലങ്ങളിൽ ലഭിച്ചിരുന്നതിന്റെ നിരവധി മടങ്ങ് കളക്ഷൻ വിജയ് ചിത്രങ്ങൾ കൊണ്ടുപോയി. പലപ്പോഴും മമ്മൂട്ടി മോഹൻലാൽ സിനിമകളെ കവച്ചുവയ്ക്കുന്ന ഇനീഷ്യലും ടോട്ടൽ കളക്ഷനും സ്വന്തമാക്കിയ വിജയ് സിനിമകൾ മലയാള സിനിമകൾക്ക് പോലും ഭീഷണിയായി. വിജയ് ചിത്രങ്ങൾക്കൊപ്പം തങ്ങളുടെ പടങ്ങൾ റിലീസ് ചെയ്യാൻ പല സൂപ്പർ താരങ്ങളും മടിച്ചു. മാസ് ചിത്രങ്ങളിൽ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിക്കാറുള്ള രജനിയും കമലും പോലും സെമി ക്ലാസ് പടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടാൽ സ്ഥിതി പരുങ്ങലിലാകുമായിരുന്നു. അവിടെയും വിജയ് പുതിയ പാഠഭേദം സൃഷ്ടിച്ചു. കാതലുക്കു മര്യാദ എന്ന ഫാസിൽ ചിത്രം മലയാളത്തിലെ അനിയത്തിപ്രാവിന്റെ റീമേക്ക് ആയിരുന്നു. സിദ്ദിഖിന്റെ കാവലനാകട്ടെ ബോഡിഗാർഡിന്റെ റീമേക്കും. രണ്ട് സിനിമകളും ബോക്സ് ഓഫീസിൽ തരംഗമായി. വിജയ് സിനിമകളുടെ പതിവ് ആക്ഷൻ മസാലകളില്ലാത്ത സിനിമകളിലും വിജയം കൊയ്തെങ്കിലും ബുദ്ധിമാനായ വിജയ് ആ ജോണറിൽ തുടർന്നില്ല. കാവലൻ 2011 ആഗോള വിപണിയിൽ നിന്നും 102 കോടി കളക്ട് ചെയ്തു എന്ന് പറയുന്നതിന്റെ വ്യാപ്തി ഒന്ന് ആലോചിക്കണം. 13 വർഷം മുൻപുള്ള 102 കോടി ഇന്നത്തെ എത്ര കോടിയാണെന്ന് മനക്കണക്ക് കൂട്ടിയാൽ മതി. ഇന്ന് ടെലിവിഷൻ സംപ്രേഷണാവകാശത്തിന് പുറമെ OTT പ്ലാറ്റ്ഫോമുകളിൽ നിന്നും മറ്റുമായി തിയേറ്റർ ഷെയറിന് പുറമെ നിരവധി കോടികൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കണക്കാക്കുമ്പോൾ ഇന്നൊരു വിജയ് ചിത്രത്തിന്റെ ബിസിനസ് പലപ്പോഴും സങ്കല്പിക്കാവുന്നതിനും അപ്പുറത്താണ്. ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത ലിയോ എന്ന വിജയ് ചിത്രം പതിവിന് വിപരീതമായി ഫാൻസിന്റെ ഭാഗത്തു നിന്നും ചില വിയോജിപ്പുകൾ ഉയർത്തി. മറ്റ് വിജയ് ചിത്രങ്ങളെ പോലെ വ്യാപക സ്വീകാര്യത ലഭിച്ചില്ലെന്നും പറയപ്പെടുന്നു. വിജയുടെ പിതാവടക്കം പല കാര്യങ്ങളിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. എന്നിട്ടും ലിയോ നേടിയ ഗ്രോസ് കളക്ഷൻ 623 കോടിയിലേറെയാണെന്ന് പറയപ്പെടുന്നു. മഹാകാര്യങ്ങൾ ചെയ്യാതെ തന്നെ ഫിലിം ബിസിനസ്സിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാമെന്ന് വിജയ് തെളിയിച്ചു. വിജയ് സിനിമകളിൽ നിന്ന് പ്രേക്ഷകർ ആഗ്രഹിച്ചത് മറ്റൊന്നുമായിരുന്നില്ല. 2 മണിക്കൂർ സമയം സ്ക്രീനിൽ സ്റ്റൈലിഷ് ആയിപ്പോണ്ട് വിളയാടുന്ന തങ്ങളുടെ ഹീറോയെ കാണുക, കൈയടിക്കുക, പുഷ്പാഭിഷേകം നടത്തുക, പാലാഭിഷേകം നടത്തുക. ബുദ്ധിജീവികൾ പരിഹസിക്കാറുണ്ടെങ്കിലും വാസ്തവത്തിൽ ഇതൊരു ചെറിയ കാര്യമല്ല. 49-ാം വയസ്സിലും ഒരു വലിയ ഹീറോയ്ക്ക് ലുക്കില്ലാത്ത ദി ബോയ് നെക്സ്റ്റ് ഡോർ എന്ന് തോന്നിക്കുന്ന വിജയ് പലപ്പോഴും രജനീകാന്ത് സിനിമകളെ മറികടക്കുന്ന വിജയം സ്വന്തമാക്കി. കോളിവുഡിൽ എക്കാലവും നമ്പർ 1 രജനിയായിരുന്നെങ്കിലും അജിത്ത് ഇടയ്ക്കിടെ വലിയ തരംഗങ്ങൾ തന്നെ സൃഷ്ടിക്കാറുണ്ടെങ്കിലും ബിസിനസ് ഗ്രാഫ് കണക്കിലെടുക്കുമ്പോൾ കഴിഞ്ഞ 2 ദശകങ്ങളായി പലപ്പോഴും വിജയ് തന്നെയാണ് മുന്നിൽ. ക്രമാനുസൃതമായ വളർച്ചയായിരുന്നു അദ്ദേഹത്തിന്റേത്. 102 കോടി ക്ലബിൽ നിന്ന് 150ലേക്കും അവിടെ നിന്ന് 180ലേക്കും വന്ന വിജയ് പടിപടിയായി 700 കോടി ക്ലബിൽ നിന്നും 1000 കോടിയിലേക്ക് ചിറകടിച്ചുകൊണ്ടിരിക്കുന്നു. വിജയ് അഭിനയ രംഗത്ത് തുടരുന്ന പക്ഷം
ഷാറൂഖ് ഖാന്റെ പഠാന്റെ റെക്കോർഡിനെ പോലും മറികടന്നേക്കാമെന്ന് വാദിക്കുന്നവരുണ്ട്. ബോളിവുഡ് സിനിമകളുടെ പ്രധാന വരുമാന സ്രോതസ് വിശാലമായ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളാണ്. എത്ര ശ്രമിച്ചാലും ആ മേഖലകളിൽ തെന്നിന്ത്യൻ താരങ്ങൾക്ക് ബോളിവുഡ് താരങ്ങളുടെ പോപ്പുലാരിറ്റി കൈവരിക്കുക എളുപ്പമല്ല. വംശീയമായ ഘടകങ്ങൾ പോലും നോക്കി സിനിമ കാണുന്നവരാണ് പല പ്രേക്ഷകരും. എന്നാൽ വിജയ് ഈ ഘടകങ്ങളെയെല്ലാം അതിജീവിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ ആരാധകർക്കൊപ്പം കയ്യടി സിനിമകളിലൂടെ ജനകോടികളുടെ ഹൃദയത്തിൽ ലഭിച്ച സ്ഥാനം തന്റെ രാഷ്ട്രീയ പ്രവേശനത്തിനായി പ്രയോജനപ്പെടുത്തണമെന്ന് വളരെ കാലം മുൻപേ അദ്ദേഹം ആഗ്രഹിച്ചെങ്കിലും ജയലളിത അടക്കമുള്ളവർ വിലങ്ങുതടിയായി. എന്നാൽ വിജയ് കാത്തിരുന്നു. സിനിമയിലെന്ന പോലെ പൊതുപ്രവർത്തനത്തിലും പടിപടിയായി മുന്നേറുന്ന വിജയെയാണ് പിന്നീട് നാം കണ്ടത്. 2009 ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വിജയ് മക്കളിയക്കം എന്ന പേരിൽ ഫാൻസ് ക്ലബ്ബ് ആരംഭിച്ചു. 2021 ഒക്ടോബറിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംഘടന 169 സീറ്റുകളിൽ മത്സരിക്കുകയും 115ലും വിജയിക്കുകയും ചെയ്തു. 2024 ഫെബ്രുവരി 2 തമിഴകം വെട്രിക്കഴകം എന്ന പാർട്ടിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ചു. അനൌദ്യോഗിക കണക്കുപ്രകാരം ഇന്ന് ഒരു സിനിമയ്ക്ക് 200 കോടിയോളം പ്രതിഫലം വാങ്ങുന്ന താരമെന്ന അപൂർവ ബഹുമതിക്കിടയിലാണ് സിനിമ എന്ന സേഫ് സോൺ ഉപേക്ഷിച്ച് അനിശ്ചിതത്വം നിറഞ്ഞ പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നത്. വിജയ് പ്രഭാവം മറികടക്കാൻ നിലവിൽ ഒരു താരത്തിനും കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. കാലത്തിനും പ്രായത്തിനും മറികടക്കാനാവാത്ത യുവത്വം തന്നെയാണ് വിജയുടെ മറ്റൊരു പ്രത്യേകത. 50-ാം വയസ്സിലെത്തിയ വിജയ് ഇന്നും ലുക്കിൽ ചുള്ളൻ പയ്യൻ തന്നെ. അതുകൊണ്ട് തന്നെ യുവാക്കൾക്കൊപ്പം പെൺകുട്ടികളുടെയും വലിയൊരു ആരാധക വൃത്തം അദ്ദേഹത്തിനുണ്ട്. വിജയുടെ അഭാവം ആരാധകരെ നിരാശയിലാഴ്ത്തുമെന്നതൊഴിച്ചാൽ തമിഴ് സിനിമയെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമെന്ന് പറയാനാവില്ല. രജനീകാന്ത് എക്കാലവും തന്റെ പ്രഭാവം നിലനിർത്തി മുന്നോട്ടു പോകുന്നു. ഇടക്കാലത്ത് വിപണന മൂല്യം കുറഞ്ഞുപോയ കമൽഹാസനാവട്ടെ വിക്രം എന്ന ലോകേഷ് ചിത്രത്തിലൂടെ 430 കോടി നേടി പഴയ സ്റ്റാർഡം തിരിച്ചുപിടിച്ചു. ഇതിനിടയിൽ തലൈ അജിത്തും സൂര്യയും ഉൾപ്പെടെ വിജയ്ക്കൊപ്പം തലപ്പൊക്കമുള്ള നടന്മാരും സാന്നിധ്യം നിലനിർത്തുന്നു. ആരുടെ നഷ്ടവും നികത്താൻ തയ്യാറായി നിരവധി പേർ അനുയോജ്യമായ ഒരവസരവും കാത്ത് പ്രതീക്ഷിച്ച് പുറത്തു കാത്തു നിൽക്കുന്നു. ഇന്നത്തെ സിനിമയിൽ താരത്തെക്കാൾ പ്രധാനം സ്ക്രിപ്റ്റും മേക്കിങ്ങും തന്നെയാണെന്നതാണ് വസ്തുത. വിജയ് ഫാക്ടർ സജീവമായി നിൽക്കുമ്പോഴും ലിയോയുടെ മെഗാ വിജയത്തിന് പിന്നിലെ സുപ്രധാന ഘടകം സൂപ്പർ താരങ്ങൾക്ക് സമാനമായ സ്റ്റാർഡമുള്ള സംവിധായകൻ ലോകേഷ് കനകരാജാണെന്നത് പരസ്യമായ രഹസ്യമാണ്. എന്നാൽ ഫ്രഷ് ഫീൽ നൽകുന്ന പുതുമുഖങ്ങൾക്ക് മുന്നിൽ സിനിമ സാധ്യതകളുടെ കടലാണ്. എന്നാൽ പ്രശ്നം ഇതൊന്നുമല്ല. വിജയ് അടക്കമുള്ളവർ 3 പതിറ്റാണ്ടുകാലം തുടർച്ചയായി സ്റ്റാർഡം നിലനിർത്തിയ സ്ഥാനത്ത് ഇന്നലെ പെയ്ത മഴയിൽ കിളിർത്ത തകരകൾക്ക് എത്ര കാലം നിലനിൽക്കാൻ കഴിയുമെന്ന് കണ്ടറിയണം. ഇവർക്കാർക്കും വിജയ് സൃഷ്ടിച്ച തരംഗമുണ്ടാക്കാൻ സാധിക്കണമെന്നില്ല. ഇനിയും ഒരുപാട് ബാല്യങ്ങൾ ബാക്കി വെച്ചാണ് രാഷ്ട്രീയ പരീക്ഷണത്തിന് അദ്ദേഹം തുനിയുന്നത്. ഉദയനിധി സ്റ്റാലിൻ കണ്ണുവെച്ചിരുന്ന തമിഴ്നാടിന്റെ ഭാവി മുഖ്യമന്ത്രി പദത്തിൽ തന്നെയാണ് ദളപതിയുടെ നോട്ടമെന്ന് വ്യക്തം. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മാത്രമേ ഇത് സംബന്ധിച്ച വ്യക്തമായ ചിത്രം ലഭിക്കൂ. ആകാര സൗഷ്ഠവത്തിലും അഭിനയ മികവിലുമുള്ള പരിമിതികൾക്കിടയിലും എക്കാലവും ഭാഗ്യം തുണച്ച വിജയ് പുതിയ മേഖലയിലും ദളപതിയായി വാഴുമെന്ന് കരുതേണ്ടിയിരിക്കുന്നു.